ഗിന്നസ് റെക്കോർഡ് കഴിവായിരുന്നു ഒരു കാലത്ത് കലയുടെ മാനദണ്ഡം. ഒരാൾ തൻ്റെ കഴിവ്, അത് കലാപരമായിട്ടോ കായികപരമായിട്ടോ എന്തോ ആയിക്കോട്ടെ, അത് തന്നെ പ്രകടിപ്പിച്ച് അയാളുടെ ആ ജീവിതയാത്രയിൽ അയാൾക്ക് എവിടെ ഒരു റെക്കോർഡ് കിട്ടുന്നു. അതായിരുന്നു കല, അല്ലെങ്കിൽ നമ്മളെല്ലാം കരുതിയിരുന്ന. എന്നാൽ ഇന്ന് ഒറ്റയ്ക്ക് തങ്ങൾക്ക് നേടാൻ പറ്റാത്തത് കൊണ്ട് ഒരു കൂട്ടമായി കുറെ ആളുകൾ ചേർന്ന് റെക്കോർഡ് ഇടുന്നു. 100 പേര് ഒരു തിരുവാതിര കളിച്ച റെക്കോർഡ് തിരുത്താനായിട്ട് 102 പേര് കളിച്ചാൽ മതി. ഇപ്പൊ ഈ പറയപ്പെടുന്ന കാര്യം അത് ദിവ്യ ഉണ്ണിയുടെ ഈ ലേറ്റസ്റ്റ് ഇഷ്യൂവായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷെ ആക്ച്വലി ഗിന്നസ് എന്ന് പറയുന്നത്, ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് പറയുന്നത് ഒരു റെഫറൻസ് ബുക്കാണ്. അതായത് ഏകദേശം 40 രാജ്യങ്ങളിൽ 100ഓളം ലാംഗ്വേജസിലുള്ള ആൾക്കാർ അവരുടെ കഴിവെന്താണോ അത് ആൾക്കാരെ കാണിച്ച് ഈ ബുക്കിൽ ഇടം പിടിക്കുക. ബുക്കിലൊരു പേജ്, ആ പേജിൽ ഇന്ന ആൾ ഇന്ന കാര്യം ചെയ്ത് ഇന്ന റെക്കോർഡ് എടുത്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യാൻ അവരുടെ ടീമിൽ തന്നെ ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ടാണ് ഇത് റെഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതൊരു റെഫറി ആയിട്ട് നിൽക്കുന്നത്. അപ്പം പക്ഷേ ആക്ച്വലി നോക്കി കഴിഞ്ഞാൽ 1955 സർ ഹ്യൂ ബീവർ എന്ന് പറഞ്ഞൊരു ആളുടെ ഐഡിയയിൽ അയാൾ ഈ കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 1955 ഓഗസ്റ്റിൽ ഹ്യൂ MC റൈറ്ററും അതുപോലെ നോറിസ് എന്ന് പറഞ്ഞ 2 പേരാണ് ഇത് കോഫൗണ്ട് ചെയ്തത്. ഇത് ആക്ച്വലി ഒരു ജിം പാറ്റേഴ്സ് എന്നൊരു ഗ്രൂപ്പാണ് ഇത് പബ്ലിഷേഴ്സ്. ഇത് ആക്ച്വലി നമ്മളിപ്പോൾ ഒരു DC ബുക്ക് പോലെ അല്ലെങ്കിൽ ഒരു പബ്ലിഷിംഗ് ചെയ്തൊരു ബുക്ക് പോലെ ഒരു ബുക്ക്. പക്ഷെ അതിൻ്റെ പിന്നിൽ ഇത്രയും ആൾക്കാർ ഇതിലേക്ക് വരാനുള്ള കാരണം എന്താ? ഒന്നാലോചിക്ക്. ഇപ്പം ഒരു റെക്കോർഡ് കിട്ടുക അല്ലെങ്കിൽ ഗിന്നസ് ബുക്കിൽ പേര് വരിക എന്ന് പറയുന്നത് ഒരു ഭീകര അച്ചീവ്മെൻറ്റാണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മളൊരു ബുക്ക് ഇറക്കുക, ആ ബുക്കിന് ഒത്തിരി ആൾക്കാർ ആ ബുക്ക് മേടിക്കുകയാണ്, ബെസ്റ്റ് സെല്ലറാകുകയാണ്. അതിൽ നമ്മുടെ പേര് വന്നാൽ ഉണ്ട് ഇത്രയും പേര് വായിച്ച ബുക്കിൽ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി അല്ലെ ഈ പ്രശംസ കിട്ടാൻ വേണ്ടിയുള്ള സാധനമാണ്. പക്ഷേ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഏകദേശം 53,000 ഇങ്ങനത്തെ കലാകാരന്മാരല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരുടെ ഡേറ്റാബേസ് ഉണ്ട് ഇപ്പം ഈ ബുക്കിന്. അതും എനിക്ക് തോന്നുന്നു ഇപ്പം അതിൻ്റെ 70th ഇയറാണ്, 70 വർഷമായി 2025. അതുപോലെ തന്നെ ഈ പറയുന്ന ഏറ്റവും കൂടുതൽ പ്രിന്റ് ചെയ്തിട്ടുള്ള ബുക്കിൻ്റെ റെക്കോർഡും ഗിന്നസിനാണ്. അല്ല, ആക്ച്വലി ഇതിൽ വന്നത് കൊണ്ട് എന്ത് നേട്ടാണ്? അതായത് നമ്മളുടെ ഒരു ഫെയിം കൂടും, അല്ലെങ്കിൽ നമ്മളുടെ ഒരു വാലിഡിറ്റി കൂടും. ഇപ്പം ഞാൻ പറയട്ടെ, അനുവിന് മികച്ച ബ്ലോഗറിനുള്ള ഒരു അവാർഡ് കിട്ടുക, അതെന്തോ അനുവിന് കിട്ടുന്നത് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും, ഒരു മൊമെൻ്റോ കിട്ടും. അതുകൊണ്ട് അനുവിന് എന്താ ഗുണം? ഇപ്പോൾ മോണിറ്ററി ബെനിഫിറ്റ്സ് ഇല്ല, മോണിറ്ററി ബെനിഫിറ്റ്സ് ഇല്ല. പിന്നെന്താ ഗുണം? അനുവിന് പറയാം. ഈ ഏറ്റവും നമ്മളിപ്പോൾ റീസെൻ്റ്ലി നടന്ന ദിവ്യാണ്ണിയുടെ സാധനം അതൊന്ന് കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പല ചാനലുകളിലും അതിൻ്റെ ഒരു കണക്ക് വെളിവിടുന്നുണ്ട്. അതായത് 12,000 പേര് പങ്കെടുത്ത ഒരു പരിപാടി. ഈ പരിപാടിക്കകത്ത് ദിവ്യാണ്ണിനെ മാറ്റി വെച്ച് ബാക്കി അത്രയും പേരുടെ കയ്യിൽ നിന്ന് ഏകദേശം 4,600 രൂപയോളം ഈ സാരിക്കും ഈ പറഞ്ഞ രജിസ്ട്രേഷനുമായിട്ട് മേടിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 9 കോടി സംതിങ് ആണ് അതിന്റെ ലാഭം. അത് ആക്ച്വലി ഒരു മാഫിയ എന്ന് വേണമെങ്കിൽ പറയാല്ലേ. ഇപ്പൊ ദിവ്യ ഉണ്ണിനെ കുറ്റം പറഞ്ഞിട്ടോ അതിൽ പങ്കെടുത്തോ കുട്ടികളെ പറഞ്ഞിട്ടോ കാര്യമില്ല. കാരണം ഇങ്ങനെ ഒരു ഈവന്റ് നടക്കുമ്പോൾ നമ്മളാണെങ്കിലും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇപ്പൊ 3,500 രജിസ്റ്റർ ചെയ്യണമെന്ന് കഴിവുള്ളവരും ഇതിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹമുള്ളവരും, ഈ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റ് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നത്. ഇങ്ങനെ ആക്കിയത് ആരാണ്? ആ സംഘാടകര് അല്ലെങ്കിൽ ഇത് നടത്തിയ ആൾക്കാർ. അതിനകത്ത് വേറൊരു ഏറ്റവും വലിയ സാധനമുണ്ട്, ഒരു സംഘാടകരാക്കിയിട്ടില്ല, സംഘാടകരുടെ കഴിവ്. അതെ, കഴിവാണ്. നിങ്ങളെ പറ്റിക്കുന്നത് നിങ്ങളുടെ കഴിവില്ലായ്മ എന്ന് വിചാരിച്ചാൽ മതി, വിഷയം തീർന്നു. മനസ്സിലായോ? ഈ 4,000 പേരെ ഈ പച്ചയ്ക്ക് ഈ കലൂർ സ്റ്റേഡിയത്തിലിട്ട് പറ്റിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ സംഘാടകരുടെ കഴിവ്. അവര് മികച്ച ബിസിനസ്സുകാരാ. നിങ്ങൾ ഇതിനവരെ കുറ്റം പറയുന്നത്? ഇത് അവരുടെ ഉത്തരവാദിത്തമാണോ? ഈ പറയുന്ന പാരൻസിൻ്റെ കയ്യിൽ നിന്ന് ഈ പറയുന്ന ആൾക്കാരും ഇവിടെ ഗവൺമെൻറ് എന്തിനാ? ഗവൺമെൻറ് മാത്രം സിസ്റ്റം ഉണ്ടല്ലോ, GCD. നമ്മൾ ചെറിയൊരു പെട്ടിക്കട തുടങ്ങണതിന് 100 സ്ഥലത്ത് പോയിട്ട് സർട്ടിഫിക്കേഷനും ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ക്യൂ നിൽക്കണം നമുക്ക് തുടങ്ങാൻ വേണ്ടി. ഇത്രയും വലിയൊരു സ്റ്റേഡിയത്തിൻ്റെ അകത്ത് ഇത്രയും വലിയൊരു പരിപാടി അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ കൈക്കൂലി കൊടുത്താലും മറ്റെന്ത് കൊടുത്താലും ഇഷ്ടംപോലെ കാര്യങ്ങൾ നടക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അത് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ പറ്റിക്കുന്നതല്ല, അവർ ബിസിനസ് ചെയ്തു. ഞാൻ ഈ സംഘാടകരെ മാറ്റി നിർത്തിയിട്ട് ഈ അതൊരു പോയിന്റാണ് ബ്രോ പറഞ്ഞത്. പക്ഷെ അതല്ല ഒന്ന് ആലോചിക്കേ, ഇത്രയും ആളുകൾ എന്തിനായിരിക്കും ഈ പരിപാടിയിൽ പങ്കെടുത്തത്? ഇത്രയും പൈസ കൊടുത്ത് ഒരു 4,500 രൂപ മുടക്കി എന്തിനായിരിക്കും? അവർക്കൊരു സ്റ്റേജ് പെർഫോമൻസ് നടത്തണമെങ്കിൽ ഇതിലും കുറഞ്ഞ പൈസയ്ക്ക് അവർക്ക് സ്റ്റേജ് പെർഫോമൻസ് ചെയ്യാൻ പറ്റും.
ഇല്ല, അവിടെയാണ് ജൂബി തെറ്റ്. നമ്മളിപ്പോ ഒരു അരങ്ങേറ്റം, ഒരു ഭരതനാട്യം, ഞാനൊരു ഡാൻസർ ആയതുകൊണ്ട് തന്നെ അറിയാം, ഒരു അരങ്ങേറ്റം നടത്തണം അല്ലെങ്കിൽ വർഷം സ്റ്റേജ് പ്രോഗ്രാം നടത്തണമെങ്കിൽ എങ്ങനെയും 10-15 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ആ കോസ്റ്റ്യൂംസും മറ്റവർക്ക് കൊടുക്കേണ്ട ഫീസ്, ടീച്ചർക്ക് കൊടുക്കേണ്ട ദക്ഷിണ, ഇതെല്ലാം കൂടി 15,000 രൂപ എങ്ങനെയും പോകും. അപ്പോഴാണ് ഈ 3,500 രൂപയ്ക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുവാണെങ്കിൽ, അതും ഇത്രയും വാലിഡേഷൻ ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ അങ്ങനെയല്ലേ മാതാപിതാക്കളും ചിന്തിക്കുക ഇതെന്താന്ന് അറിയാം. ജുബിനകത്ത് മെയിൻ ഒരു വേറെ കാര്യം കൂടി. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം കറക്റ്റ്. നമ്മുടെ MLA, നമ്മുടെ തൃക്കാക്കര MLA ഉമാ തോമസ് മേഡം അതിന്റെ മുകളിൽ നിന്ന് വീണു. നമുക്ക് വളരെ ദുഃഖകരമായൊരു വാർത്തയാണ്, താങ്ങാൻ പറ്റില്ല. കാരണം അത്യാവശ്യം ഏജ് ഉള്ള ഒരു അമ്മയും കൂടിയാണ്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഒരു MLA ആയതുകൊണ്ട് മാത്രം കിട്ടിയ ഒരു റീച്ച് ഉണ്ട് അതിന്. ഒരു MLA വീണു, മനസ്സിലായോ? എത്ര പേര് അവിടെ നിന്ന് വീണിട്ടുണ്ടെന്ന് അറിയോ? എത്ര പേരുടെ തലയിൽ നിന്ന് അതിന്റെ മുകളിൽ നിന്ന് മറ്റേ സിമെന്റ് പൊളിഞ്ഞ് വീണിട്ടുണ്ടെന്ന് അറിയാമോ? എനിക്ക് തോന്നുന്നില്ല ആ ബിൽഡിങ്ങിന് വലിയ ഒരുപാട് നല്ല ആയുസ് ഉണ്ടെന്ന്. അത് അങ്ങനെ പൊളിഞ്ഞിരിക്കുക. ഇപ്പോഴും പറയുന്നുണ്ട്, ഇപ്പോഴും പേടിയാണെന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ, അപ്പൊ ഈ കണ്ട ആൾക്കാരുടെ തലയിൽ മൊത്തം ഈ കണ്ട സാധനം വീണതും ഈ തിക്കിലും തിരക്കിലും വിട്ടും അവിടെ നിന്ന് ഇവിടുന്ന് മുകളിൽ നിന്ന് വീണ ആൾക്കാർക്ക് ഒന്നും വിലയില്ല. ഞാൻ പറയുന്നത്, ഞാൻ MLA-ക്കെതിരെ പറയുന്നല്ല, MLA വീണത് കൊണ്ട് അതിനെടുത്തു, അതും സ്റ്റേജിൽ നിന്ന്. ഈ പറഞ്ഞ അനധികൃതമായിട്ട് സ്റ്റേജ് കിട്ടിയെന്ന് പറയുന്നതിന്റെ മുകളിൽ കയറിയിട്ടാണല്ലോ ഈ പറഞ്ഞ എല്ലാ ആൾക്കാരും കയറി നിന്നേ. കാരണം ഈ നമ്മളിപ്പോൾ ഒരു ഇവന്റ് നമ്മൾ ഈ കല്ലൂർ സ്റ്റേഡിയത്തിൽ നടത്തണമെങ്കിൽ അതിന്റെ ചെലവുകളുണ്ട്. എൻ്റെ ഊഹം കറക്റ്റ് ആണെങ്കിൽ 10 മുതൽ 15 ലക്ഷം രൂപ വരെ GCIക്ക് സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ സ്റ്റേഡിയത്തിനകത്ത് വേറെ പിച്ചിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, കുഴിക്കാനോ സ്റ്റേജ് വെക്കാനോ പറ്റത്തില്ല. പിന്നെ ആകെയുള്ള സ്പേസ് ഗാലറിയാണ്. പക്ഷെ അവിടെ ഒരു സാധനമുണ്ട്, വീതിയില്ല ഗാലറിക്ക്. പക്ഷെ അവിടെ ഇത്രയും ചെറിയ സ്റ്റേജ് വെക്കാനുള്ള ഒരു പെർമിഷൻ ആര് കൊടുത്തു? അത് ചോദ്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.